എൻ്റെ മകൻ മൃതനായിരുന്നു, അവൻ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. വിശുദ്ധ ലൂക്ക 15:24. ബൈബിളിൽ നമുക്കൊക്കെ സുപരിചിതമായ വേദഭാഗങ്ങളിൽ ഒന്നാണിത്. അപ്പനുമായി വഴക്കുണ്ടാക്കി തനിക്ക് അവകാശപ്പെട്ടതൊക്കെ വേണമെന്ന് വാശി പിടിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു മകൻ. സുവിശേഷം അവനെ ധൂർത്തപുത്രൻ എന്ന് വിളിക്കുന്നുണ്ട്. ഒടുവിൽ തൻ്റെ തെറ്റ് തിരിച്ചറിയുമ്പോൾ ഈ മകൻ തിരിച്ചു വരാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തൻ്റെ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ വാതിൽക്കൽ കണ്ണും നട്ട് ഹൃദയം നിറയെ സ്നേഹവുമായി കാത്തു നിൽക്കുന്ന ഒരപ്പനെയെ നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ വേദന നൽകി ഇറങ്ങിപ്പോയവരൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ ഒരുപാട് സ്നേഹിച്ച് കൂടെ കൂട്ടിയവരൊക്കെ പെട്ടെന്നൊരു ദിവസം നമ്മോട് മറുതലിച്ച് നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് നമ്മുടെ വഴക്കിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളവർ ഉണ്ടാവും. അത് നമ്മുടെ കൂടെയുള്ളവരാകാം, കൂടപ്പുറപ്പാകാം, ആരെങ്കിലും ആയിക്കോട്ടെ. ഈ ഇറങ്ങിപ്പോയവരൊക്കെ തിരിച്ചു വരാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ഈ അപ്പനെപ്പോലെ ഹൃദയം നിറയെ സ്നേഹവുമായിട്ട് കാത്തു നിൽക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ ഈ ഇറങ്ങിപ്പോയവരെയൊക്കെ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ നശിച്ചു പോട്ടെ എന്ന് ശാപവാക്ക് പറയുന്നതിന് പകരം നല്ലത് വരട്ടെ എന്ന് ഹൃദയം കൊണ്ടവർക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കാൻ പറ്റും. നോമ്പ് നമ്മളിൽ നിന്ന് അത്തരമൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നോമ്പ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറുതലിച്ച് വേദനകളും നെഗറ്റീവ് അനുഭവങ്ങളും തന്ന് ഇറങ്ങിപ്പോയവരെ വീണ്ടും ചേർത്ത് പിടിക്കാനുള്ള അവസരമാണ്.